UAEയിൽ പ്രവാസിയായ തൃശ്ശൂർ സ്വദേശി ജിജികുമാറിൻ്റെ ജീവിതം അദ്ദേഹത്തെ പരിചയപ്പെടുന്നവർക്കൊക്കെ പ്രചോദനമാകുന്നതാണ്. 4 പതിറ്റാണ്ട് മുമ്പ് ദുബായിലെത്തി വളരെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ജിജികുമാറിൻ്റെ ഇഷ്ടങ്ങൾ പശു വളർത്തലും കൃഷിയുമൊക്കെയാണ്. വളരെ വ്യത്യസ്തനായ ആ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാം. നാല് പതിറ്റാണ്ടുകളിലേറെ നീളുന്ന പ്രവാസം, കഷ്ടപ്പാടുകൾ സഹിച്ചും വിയർപ്പിറ്റിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വർഷങ്ങൾ, ആത്മാർത്ഥതയോടെ പ്രയത്നിച്ചതുകൊണ്ട് ആദ്യകാലങ്ങളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഫലം കിട്ടിയെന്ന് ആശ്വസിക്കാവുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഭൂരിഭാഗം പ്രവാസികളും ചിന്തിക്കുന്നത് എന്താകും? പ്രവാസികൾ എന്നല്ല, ഏതൊരാളും ആദ്യം തീരുമാനിക്കുക സ്വസ്ഥമായി വിശ്രമിക്കാം എന്നായിരിക്കും. ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാമുള്ള ഒരു തൃശ്ശൂർക്കാരനുണ്ട് ദുബായിൽ. ജിജികുമാർ എന്ന പ്രവാസി മലയാളി. തൃശ്ശൂരിലെ മാളയ്ക്കടുത്ത് ഇരവത്തൂരിൽ നിന്നും 4 പതിറ്റാണ്ട് മുൻപാണ് ജിജികുമാർ ദുബായിലെത്തിയത്. കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ച് ജീവിതം പടുത്തുയർത്തിയ പ്രവാസികളുടെ ആദ്യ തലമുറയിൽപ്പെടുന്ന വ്യക്തിയാണ് ജിജികുമാർ. UAEയും കടന്ന് ഗൾഫ് മേഖലയിലെമ്പാടും പ്രശസ്തമായ ദുബായ് എയർ കണ്ടീഷനിംഗ് എന്ന സ്ഥാപനത്തിന്റെ മേധാവി. സ്വപ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ വൻ വിജയങ്ങൾ കൊയ്തെടുത്ത പ്രവാസി. ധരയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങിയത്. അന്ന് നമ്മൾ ചെറിയ വിൻഡോ എസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് നമ്മൾ തന്നെ ചുമന്ന്, കാരണം അന്ന് പാകിസ്ഥാനിയൊക്കെ വന്ന് അവരെടുക്കും, അവർക്ക് 5 രൂപ കൊടുക്കണം. നമുക്കൊരു 40 രൂപയാണ് ഒരു വിൻഡോ എ സി സർവീസ് ചെയ്യാൻ എടുക്കുമ്പോൾ, 5 രൂപ അവർക്ക് കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയധികം വിൻഡോ എ സി ചുമന്ന ഒരാൾ മലയാളി ഞാൻ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല തയമ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ നുകം വെച്ചിട്ടുണ്ടാവുന്ന തയമ്പ് പോലെയൊക്കെ അത് നന്നായിട്ട് കഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ദിവസം ഇത്ര ചിലവുണ്ട്, ആ ചിലവിനുള്ള സംഭവം വരാതെ ഞാൻ വീട്ടിൽ പോകാറില്ല ഈ വർക്ക്ഷോപ്പിൽ നിന്ന്. അതിനുള്ള പൈസ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നാളത്തെയും കൂടി ആകുമ്പോൾ 2 ദിവസത്തെ കടമായി മാറും. ആ കടത്തിനെ പേടിച്ച് ഞാൻ ഓടുകയായിരുന്നു. അതിപ്പോഴും എന്തിനെ പേടിച്ച് ഓടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. വമ്പൻ താമസ സമുച്ചയങ്ങളിലേക്കും വ്യാവസായിക കേന്ദ്രങ്ങളിലേക്കുമുള്ള എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മുൻനിരക്കാരാണ് ദുബായ് എയർ കണ്ടീഷനിംഗ് എന്ന സ്ഥാപനം. ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ് തുടങ്ങി എല്ലാവിധ ജോലികളും ഏറ്റെടുത്ത് ചെയ്യുന്ന സ്ഥാപനം. ഞാൻ AC തന്നെയാണ്, ITL AC തന്നെയാണ് പഠിച്ചത്. AC ഇതുവരെ ഞാൻ മാറിയിട്ടുമില്ല, ഞാൻ മാറാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഏറ്റവും നല്ല എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എയർ പ്യുവർ ആയിരിക്കണം, ഓക്സിജൻ്റെ അളവ് വേണം, എയർ ചേഞ്ച് വേണം, നോയ്സ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് എക്സ്പെർട്ടായ ആൾക്കാർ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 പതിറ്റാണ്ട് കൊണ്ട് ഈ രംഗത്തെ 1ാം നിര സ്ഥാപനങ്ങളിൽ ഇടം നേടാൻ ദുബായ് എയർ കണ്ടീഷനിങ്ങിന് സാധിച്ചതിന് പിന്നിൽ ഈ തൃശ്ശൂർക്കാരന്റെ കഠിനാധ്വാനവും സമർപ്പണവുമുണ്ട്. ദുബായ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനി, പവർ ആൻഡ് കൂളിംഗ് മിഡിൽ ഈസ്റ്റ്, ഇൻഡിജിനിയസ് കൗ മിൽക്ക് പ്രൊഡക്ട്സ് ട്രേഡിംഗ് എന്നിങ്ങനെ 4 സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ് ഇപ്പോൾ ജിജികുമാർ. 300ഓളം ജീവനക്കാരുണ്ട് ജിജികുമാറിന്റെ സ്ഥാപനങ്ങളിൽ എല്ലാമായി. നമ്മൾക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനെയൊക്കെ മുൻനിർത്തി മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമർ 80% റിപ്പീറ്റഡ് കസ്റ്റമർ ഉണ്ട്. നമുക്കൊരു വലിയൊരു സെയിൽസ് ടീമിനെ വെച്ച് കുറേ ജോബ് അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. നമ്മളുടെ ഇപ്പോൾ ഈ പറഞ്ഞ 35 വർഷമായ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്കുണ്ട്. ജോലിക്കാരും 35 വർഷമായവരും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ തലവേദനയില്ല. കൂടുതൽ ഇപ്പോൾ ഒരു പരിധിവരെ നമ്മളത് വലുതാക്കി കൊണ്ടുവന്നതിന് ശേഷം നല്ല കൈകളിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അന്ന് കഷ്ടപ്പെട്ടതിന് ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഭാര്യയും 2 മക്കളും മകളുടെ ഭർത്താവും കൊച്ചുമകനും അടങ്ങുന്നതാണ് ജിജികുമാറിന്റെ കുടുംബം. മകൻ ഉന്നത പഠനത്തിനായി പാരീസിലാണ്, മകളും കുടുംബവും നാട്ടിലും. ആദ്യം സൂചിപ്പിച്ചതുപോലെ വിശ്രമ ജീവിതവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്രകളുമായി വേണമെങ്കിൽ ജിജികുമാരൻ ഇപ്പോൾ സ്വസ്ഥമാകാം. പക്ഷേ ചെറുപ്പം മുതലേയുള്ള ഒരു ആഗ്രഹത്തിന്റെ പിറകെയാണിന്ന് ജിജികുമാർ. പശു വളർത്തലും കൃഷിയും. ഇഷ്ടം പോലെ കാശുള്ളത് കൊണ്ട് ഒരു നേരം പോക്കിനായി ചെയ്യുന്നതല്ല ഇതൊന്നും. 40 വർഷം കൊണ്ട് പടുത്തുയർത്തിയ ബിസിനസ്സിന് വേണ്ടി ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ ഏറെ സമയം ജിജികുമാർ ഈ പശുക്കൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷന് ശേഷം വയറ് നിറയ്ക്കാൻ നന്നായിട്ട് പറ്റി. അന്ന് ഭക്ഷണമില്ലായിരുന്നു. പക്ഷേ ആരോഗ്യം അതോടുകൂടി തകർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വൈറ്റ് റെവല്യൂഷന് ശേഷമുള്ള
ഗ്രീൻ റെവല്യൂഷന് ശേഷമുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി അത് പ്രകൃതിയെ കൂടുതൽ നശിപ്പിക്കാനും അസുഖങ്ങൾ കൂട്ടാനും ആണ് അത് സംഭവമായത്. അതല്ല ശരി. ഞാൻ മനസ്സിലാക്കുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പഴയ പശുക്കളുടെ പാലിലും ആ പശുക്കളുടെ പഞ്ചഗവ്യങ്ങളിലും പഴയ വിത്തുകളിലും മാത്രം. അപ്പോൾ ആ പശുക്കളുടെ ചാണകവും ഗോമൂത്രവും പച്ചിലയും ചാരവും ഇട്ട് മണ്ണിനെ പുഷ്ടിപ്പെടുത്തിയിട്ട് മണ്ണിൽ പഴയ വിത്തുകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മാത്രമേ കുഞ്ഞുമക്കൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഗീർ വിഭാഗത്തിൽപ്പെടുന്ന 100-ലേറെ പശുക്കൾ അവയുടെ പാലുകൊണ്ടും ചാണകം, ഗോമൂത്രം എന്നിവ കൊണ്ടുമൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നവജീവന എന്ന പേരിൽ അവ ആവശ്യക്കാർക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ജിജികുമാർ. ഇതൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ കേൾക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന വ്യക്തതയോടെ ജിജികുമാർ മറുപടി പറയും. നമ്മളുടെ ഈ പോക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ പോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ICUയിലേക്കുള്ള യാത്രയായി മാറി. കാരണം നോട്ടിൻ്റെ പിന്നാലെ ഓടുന്നു, നോട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. സ്നേഹം, മര്യാദ, മണ്ണ്, വായു, വെള്ളം ഇതെല്ലാം തകർത്തിട്ട് നമ്മൾ നോട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളും നമ്മുടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളും കാര്യങ്ങളും നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കേണ്ടതാണ്. ആ പ്രകൃതിയെ തകർത്ത് നോട്ടിൻ്റെ പിന്നാലെ ഓടാതിരിക്കുക, കുറച്ച് അവർക്ക് വേണ്ടി ബാക്കി വയ്ക്കുക. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 7 തലമുറ വരെ കാക്കണം എന്നുള്ളത്. ആ 7 തലമുറ നമ്മളെ വരെ കാത്തതുകൊണ്ടാണ് നമ്മളിന്ന് ഇത്തിരിയൊക്കെ നന്നായിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് ആലോചിക്കണം. നമ്മളുടെ മുത്തച്ഛൻ്റെ അത്ര ഇമ്മ്യൂണിറ്റി നമ്മുടെ അച്ഛനില്ല, അത്രയും നമുക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു തലമുറ വരാൻ പോണ തലമുറ ഒരു പക്ഷേ അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുമക്കൾ മരിച്ചേക്കാം. അതിനൊരു ഇട വരുത്താതെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണക്ക് പറയേണ്ടി വരും. നിലവിലുള്ള പശുഫാം കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. പശുക്കളോടുള്ള ഇഷ്ടം കൊണ്ട് ദുബായിലുമുണ്ട് ജിജികുമാറിന് ഒരു ചെറിയ ഗോശാല. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഗീർ പശുക്കളുടെ തന്നെ ഫാം ആരംഭിക്കാനാണ് പദ്ധതി. ഗുജറാത്തിൽ പോയി പശുക്കളെ കൊണ്ടുവന്ന് മൂക്കിൽ കയറുണ്ടായിരുന്നതിനെല്ലാം മൂക്കിലെല്ലാം കയറെല്ലാം കഴിഞ്ഞ് അഴിച്ചു കളഞ്ഞ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് പശുക്കൾ. എന്നിട്ട് ഏറ്റവും നല്ല ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത്. നവധാന്യങ്ങൾ, ദശപുഷ്പങ്ങൾ ഇതൊക്കെ കുറേശ്ശെ കൊടുത്ത് നമ്മുടെ തന്നെ മുളച്ച് വരുന്ന, വിഷമൊന്നും അടിക്കാത്ത സ്ഥലത്ത് മുളച്ച് വരുന്ന പുല്ലും സംഭവങ്ങളും കൊടുത്ത് ഉണ്ടാക്കുന്ന നെയ്ക്കൊക്കെ വളരെ പ്രത്യേകതയുണ്ട്, ഗുണങ്ങൾ കൂടുതലാണ്. നമ്മുടെ പ്ലാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ഫാമെങ്കിലും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ കൂടി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പിന്നെ നെയ്യ് പഴകാൻ വെച്ചിട്ടുണ്ട്. പഴകിയ നെയ്യ് ആടൻ പശുവിൻ്റെ ആയിരിക്കണം. അത് ബിലോന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കടകോല് വെച്ച് കടഞ്ഞെടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കണം. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് വേണം. മൺകലങ്ങളിലോ സ്റ്റീൽ പാത്രത്തിലോ ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് നെയ്യ് നമ്മൾ പഴകാൻ വെച്ചിട്ടുണ്ട്. അത് 50 വർഷം കഴിഞ്ഞിട്ട് 3000 കിലോ മാറ്റി വെച്ചിരിക്കുന്ന എടുക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചഗവ്യങ്ങൾ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്കെല്ലാം ലഭ്യമാക്കണമെന്നാണ് ജിജികുമാറിന്റെ ആഗ്രഹം. അതുകൊണ്ട് പണം സമ്പാദിക്കാനല്ല, പണമാണ് ലക്ഷ്യമെങ്കിൽ 50 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാനായി 3000 കിലോഗ്രാം നെയ്യ് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം ഈ മനുഷ്യന് ഇല്ലല്ലോ.